Hello everyone, welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 4th ചാപ്റ്ററാണ് സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്. ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പേപ്പേഴ്സൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. 4th ചാപ്റ്റർ സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്. സിനോണിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന വാക്കുകൾക്കാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുക. അതുപോലെ ആൻറ്റോണിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് വരുന്ന വാക്കുകൾക്കാണ് ആൻറ്റോണിംസ് എന്ന് പറയുക. അപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പര്യായ പദങ്ങൾ, വിപരീത പദങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് സിനോണിംസും ആൻറ്റോണിംസും. സിനോണിം എന്ന് പറയുമ്പോൾ പര്യായ പദങ്ങൾ, അതായത് ഒരുപോലെ വരുന്ന മീനിങ് വരുന്ന വാക്കുകൾ, പക്ഷേ എക്സാക്റ്റായിട്ട് സെയിം മീനിങ് ആയിരിക്കില്ല. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് മീനിങ് വരുന്ന വാക്കുകൾ, ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്ക്, അതാണ് സിനോണിമും ആൻറ്റോണിമും. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ദ വേർഡ് സിനോണിം ഒറിജിനേറ്റ്സ് ഫ്രം ദ 2 ഗ്രീക്ക് വേർഡ്സ് സിൻ മീനിങ് ടുഗെദർ ആൻഡ് ഓണിം മീനിങ് നെയിം. 2 ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് സിനോണിം എന്നുള്ള വേർഡ് ഉത്ഭവിച്ചിട്ടുള്ളത്. സിൻ എന്ന് വരുന്ന വേർഡ്, ടുഗദർ എന്നാണ് ആ ഒരു വേർഡിൻ്റെ മീനിങ്, ദെൻ നെയിം എന്ന് മീനിങ് വരുന്ന ഓണിം എന്നുള്ള വേർഡ്, ഈ 2 വേർഡുകൾ കൂടി ചേർന്നിട്ടാണ് സിനോണിം എന്നുള്ള വേർഡ് ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ഓൾമോസ്റ്റ് എല്ലാ വാക്കുകൾക്കും ഒന്നിൽ കൂടുതൽ സിനോണിംസ് ഉണ്ടായിരിക്കും. ഇനി ഒരു സിനോണിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ദ വേർഡ്സ് ദാറ്റ് ഹാവ് എ സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ മീനിങ്. സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന വേർഡുകളാണ്, പക്ഷേ ഐഡൻറ്റിക്കൽ അല്ല. ഐഡൻറ്റിക്കൽ മീൻസ് എക്സാക്റ്റ് ആയിട്ട് അതേ മീനിങ് അല്ല, പക്ഷേ സിമിലർ ആണ്. ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. കറക്റ്റ് ആ ഒരു മീനിങ് കിട്ടണം എന്ന് പറയുന്നില്ല, സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന വാക്കുകൾ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇത്തരത്തിൽ ഒരുപാട് വാക്കുകൾ ഉണ്ട്. ഇനി ഒരു സിനോണിം യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിനോണിംസ് ക്യാൻ ബിലോങ് ടു എനി പാർട്ട് ഓഫ് സ്പീച്ച് ആസ് ലോങ് ആസ് ബോത്ത് മെമ്പേഴ്സ് ഓഫ് ദ പെയർ ആർ ദ സെയിം പാർട്ട് ഓഫ് സ്പീച്ച്. അതായത് ഏതൊരു പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ ഭാഗമായിട്ടും പാർട്ട് ഓഫ് സ്പീച്ചായിട്ടും വരാൻ സിനോണിംസ് വരാം. അതായത് നൗണായിട്ട് വരാം, വേർബായിട്ട് വരാം, അഡ്ജക്റ്റീവ് ആയിട്ട് വരാം, ആഡ്വർബായിട്ട് വരാം, പ്രിപ്പോസിഷനായിട്ട് വരാം. ഇങ്ങനെ ഏതൊരു പാർട്ട് ഓഫ് സ്പീച്ചായിട്ടും സിനോണിമ് വരാം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് നൗൺ ആണെങ്കിൽ അതിൻ്റെ സിനോണിമും നൗൺ ആയിരിക്കണം. ഇനി വേർബ് ആണെങ്കിൽ അതിൻ്റെ സിനോണിമും വേർബ് ആയിരിക്കണം. അഡ്ജക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ സിനോണിമ് അഡ്ജക്റ്റീവ് ആയിരിക്കണം. അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഏതൊരു പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ കാറ്റഗറിയിലാണോ വരുന്നത് അതിൻ്റെ സിനോണിമും ആ ഒരു കാറ്റഗറിയിൽ തന്നെ വരണം. അതാണ് ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. വാഷ് ആൻഡ് ക്ലീൻ, ഇത് രണ്ടും വേർബിൻ്റെ കാറ്റഗറിയിൽ വരുന്ന സിനോണിംസ് ആണ്. ദെൻ വെസൽ ആൻഡ് റെസെപ്റ്റാക്കിൾ, അത് രണ്ടും നൗണുകളാണ്. ദെൻ ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ്, ഇത് രണ്ടും അഡ്ജക്റ്റീവാണ്. ക്വിക്ക്ലി ആൻഡ് റാപ്പിഡ്ലി, ഇത് രണ്ടും ആഡ്വർബാണ്. ദെൻ ഇൻ ആൻഡ് ഇൻ ടു എന്നുള്ളത് പ്രിപ്പോസിഷനാണ്. ഇങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നോക്കുക. ഈ വേർഡുകൾ രണ്ടും വന്നിട്ടുള്ളത് ഒരേ കാറ്റഗറിയിലാണ്. അപ്പോൾ നമ്മളൊരു വേർഡ് വേർബായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു വേർഡിൻ്റെ സിനോണിം എഴുതുമ്പോൾ അതിൻ്റെ സിനോണിമും വേർബായിരിക്കണം, അല്ല അത് വേറൊരു കാറ്റഗറിയിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് സിനോണിം എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഇതിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു വേർഡ്സിന് തമ്മിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറയും. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ടെക്സ്റ്റിൽ ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. എക്സസൈസ് 1, അഡ്മിഷൻ, കേർട്ടസി, ബേർഡൻ, കൊളീഗ്, അഡ്വാൻറ്റേജ്, ക്യാപ്റ്റീവ്, ഇങ്ങനെ 6 വേർഡ്സ് തന്നിട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റിലും എ മുതൽ ലെറ്റേഴ്സ് ഇട്ടിട്ട് 6 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിങ്ങനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അഡ്മിഷൻ എന്നുള്ള വേർഡിന് കറക്റ്റായിട്ട് വരുന്നത് എൻട്രി എന്നുള്ള വേർഡാണ്. ദെൻ കേർട്ടസി എന്നുള്ളതിന് വരുന്നത് പൊളൈറ്റ്നെസ് എന്നുള്ള വേർഡാണ്. ദെൻ ബേർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാരം. അപ്പോൾ അതിനൊരു സിമിലർ ആയിട്ട് വരുന്നത് ലോഡ്. ദെൻ കൊളീഗ് എന്നുള്ളതിന് അസോസിയേറ്റ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വരുന്നത് ഏതാണ്, ബെനഫിറ്റ്. ദെൻ ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ തടവിലാക്കി വെക്കുക. അതിന് സിമിലർ ആയിട്ട് വരുന്നത് പ്രിസണർ. ഇങ്ങനെ സിമിലർ ആയിട്ട് വരുന്ന വാക്കുകൾ തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലെയും വേർഡുകൾ, എക്സസൈസിലെയും വേർഡ്സ് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. കൂടുതലും ടെക്സ്റ്റിൽ
തന്നിട്ടുള്ള ആ ഒരു വാക്കുകൾ വെച്ചിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെ ടെക്സ്റ്റിൽ 4 എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ടൈപ്പിൽ വരാം ക്വസ്റ്റ്യൻ. പിന്നെ ഇതിൽ 4th എക്സസൈസ് നോക്കാം. 4th എക്സസൈസ് വന്നിട്ടുള്ളത് ഏത് ടൈപ്പിലാണ്? ഒരു വേർഡ് തന്നിട്ട് അതിനോട് സിമിലറായിട്ട് കുറച്ച് വേർഡ്സ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ കറക്റ്റ് സിനോണിം ഏതാണെന്ന് ചൂസ് ചെയ്യാനായിട്ട് പറയാം. ഇത്തരത്തിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഫസ്റ്റ് വേർഡ് ഏതാണ്? ബെയിൽഫുള്ളി. ബെയിൽഫുള്ളി എന്നുള്ള വേർഡിൻ്റെ മീനിങ് കറക്റ്റ് ഏകദേശം മാച്ചായിട്ട് വരുന്ന വേർഡ് എന്നിട്ടുള്ളത് ഇതിൽ ബെയിൻഫുള്ളി എന്നുള്ളതാണ്. ലാസ്റ്റത്തെ 4th വൺ, അതാണ് ഇതിൻ്റെ ആൻസർ. ദെൻ ഇൻഡോളൻ്റ്ലി. ഇൻഡോളൻ്റ്ലി എന്നുള്ള വേർഡിന് സിമിലർ ആയിട്ട് വരുന്നത് ഇനാക്റ്റീവ്ലി എന്നുള്ള വേർഡാണ്. ദെൻ അടുത്ത വേർഡ് ഫ്രാങ്ക്ലി. ഫ്രാങ്ക്ലി എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് എന്നുള്ള ഒക്കെ ഒരർത്ഥമാണ്, തുറന്നു പറയുക എന്നുള്ള അർത്ഥം. ആ ഒരു വേർഡിൻ്റെ സിമിലർ ആയിട്ടുള്ള വരുന്നത് ഓണസ്റ്റ്ലി എന്നുള്ള വേർഡാണ്. ദെൻ ഇൻജനസ്ലി. ഇൻജനസ്ലി എന്നുള്ള വേർഡിന് സിമിലർ ആയിട്ട് വരുന്നത് ഇന്നസെൻ്റ്ലി എന്നുള്ള വേർഡാണ്. അടുത്തത് ഇൻസിപ്പിയൻറ്റ്. ഇൻസിപ്പിയൻറ്റ് എന്നുള്ള വേർഡിന് സിനോണിമായിട്ട് വരുന്നത് ഏതാണ്? ഇനീഷ്യൽ എന്നുള്ള വേർഡാണ്. അപ്പോൾ ഈ ഒരു എക്സസൈസിൻ്റെ ആൻസറൊക്കെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ കൊടുത്ത വേർഡുകൾ തന്നെ എല്ലാവരും കാണാപ്പാഠം പഠിക്കുക. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള വേർഡുകളാണ് കൂടുതലായിട്ടും എക്സാമിന് വരിക. അപ്പോൾ ഇത്തരത്തിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരു വേർഡ് തന്നിട്ട് കുറേ വേർഡുകൾ ബ്രാക്കറ്റിൽ കൊടുക്കും. എന്നിട്ട് അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിം, കറക്റ്റ് സിനോണിം ഏതാണോ അത് ചൂസ് ചെയ്ത് നമ്മളോട് എഴുതാനായിട്ട് പറയും. ദെൻ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുള്ളത്, ഇങ്ങനെ ഒരു സെൻറ്റൻസ് തരും. ആ ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ ഒരു സെൻറ്റൻസിൽ ഏതെങ്കിലും ഒരു വേർഡ് ഇറ്റാലിക്കായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഒരു വേർഡിനോട് ക്ലോസസ്റ്റ് ആയിട്ട് മീനിങ് ഉള്ള വേർഡ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ എക്സസൈസ് 5 അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ വേർഡ് വിച്ച് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ കീവേഡ് ഇറ്റാലിസൈസ്. ഇറ്റാലിസൈസ് ആയിട്ടുള്ള വന്നിട്ടുള്ള വേർഡിനോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള വേർഡ് കീവേഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയറക്ടർ ഈസ് ക്വൈറ്റ് സാങ്ക്വിൻ അബൌട്ട് ദ ഇൻകം ഓഫ് ഹിസ് ന്യൂ ഫിലിം. ഇതാണ് സെൻറ്റൻസ്. ഇതിൽ സാങ്ക്വിൻ എന്നുള്ള വേർഡാണ് ഇറ്റാലിസൈസ് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് എന്നുള്ള വേർഡാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ലോറ സീംഡ് അബാഷ്ഡ് ആസ് ഷീ എൻറ്റേർഡ് ദ പാർട്ടി ഹാൾ. ഈ ഒരു സെൻറ്റൻസിൽ തന്നിട്ടുള്ളത് അബാഷ്ഡ് എന്നുള്ള വേർഡാണ്. അപ്പോൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ എംബാരസ്ഡ് എന്നുള്ളതാണ്. ഇത്തരത്തിലും ഒരു ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ സിനോണിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ആയിട്ട് മീനിങ് വരുന്ന വാക്കുകൾ, അത്തരത്തിലുള്ള വാക്കുകൾക്കാണ് സിനോണിംസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, ആ ഒരു വേർഡ് വേർബായിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സിനോണിമും വേർബായിരിക്കണം. അതിന് അഡ്ജക്റ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സിനോണിമും അഡ്ജക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചിലാണോ വരുന്നത് അതിൻ്റെ സിനോണിമും ആ ഒരു പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നതായിരിക്കണം. ഇനി ആൻറ്റോണിംസ് എന്താണെന്ന് നോക്കാം. ആൻറ്റോണിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ ആൻറ്റോണിം ഈസ് എ വേർഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു അനദർ. ആൻറ്റോണിംസ് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആയിട്ട് വരുന്ന വേർഡുകൾക്കാണ് ആൻറ്റോണിംസ് എന്ന് പറയുന്നത്. ആൻറ്റോണിംസ് ബേസിക് ആയിട്ട് 2 തരത്തിലാണുള്ളത്. അപ്പോൾ ചിലത് ഫിക്സ്ഡ് ആയിട്ടുള്ള ആൻറ്റോണിംസ് ഉണ്ടായിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ടോളിൻ്റെ ആൻറ്റോണിമാണ് ഷോർട്ട്. ദെൻ ഗുഡിൻ്റെ ആൻറ്റോണിമാണ് ബാഡ്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്. അത്തരത്തിലുള്ള ആൻറ്റോണിംസും ഉണ്ട്. ദെൻ ചില ആൻറ്റോണിംസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻറ്റോണിംസ് നമ്മളൊരു വേർഡിൻ്റെ കൂടെ പ്രിഫിക്സോ അല്ലെങ്കിൽ സഫിക്സോ ആഡ് ചെയ്തിട്ട് നമുക്ക് ആൻറ്റോണിംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ആൻറ്റോണിംസ് നോക്കാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ മുൻപായിട്ട്, നോർമലായിട്ടുള്ള വേർഡിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ വേർഡ് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു വേർഡിൻ്റെ മുൻപ് നമ്മൾ ഒരു വേർഡ് ആഡ് ചെയ്യുന്നതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. In many cases, antonyms can be formed by adding a prefix to a word. അപ്പോൾ ഒരു വേർഡിൻ്റെ കൂടെ ഒരു പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറേ ആൻറ്റോണിംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള എക്സാമ്പിൾസാണ് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കോളം ആക്കിയിട്ട് AB എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആൻറ്റോണിംസ് ഉണ്ട്. ദെൻ ആൻറ്റി എന്ന് ആഡ് ചെയ്തിട്ടുള്ളത്, ഡിസ് എന്ന് ആഡ് ചെയ്തിട്ട് ആൻറ്റോണിംസ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ കുറേ ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. നോർമൽ എന്നുള്ള വേർഡ് അതിൻ്റെ മുന്നേ നമ്മൾ AB എന്ന് ആഡ് ചെയ്തിട്ട് പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ എന്നുള്ള വേർഡായിട്ട് മാറും. അപ്പോൾ അത് നോർമൽ എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റാണ്. ഇങ്ങനെ പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി അതുപോലെ യൂസ് എന്നുള്ള വേർഡിൻ്റെ കൂടെ AB എന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബ്യൂസ് എന്നുള്ള വേർഡായിട്ട് മാറും. അതും യൂസിൻ്റെ
ആൻറ്റോണിയമാണ് അബ്യൂസ് എന്നുള്ളത്. ഇനി ആൻറ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് ബോഡിയുടെ കൂടെ നമ്മൾ ആൻറ്റി എന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻറ്റിബോഡി എന്നുള്ള വേർഡ് ഉണ്ടായിട്ട് വന്നു. ദെൻ സോഷ്യൽ എന്നുള്ള വേർഡിൻ്റെ കൂടെ നമ്മൾ ആൻറ്റി എന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻറ്റി സോഷ്യൽ, അതും എന്താണ് അതിൻ്റെ ആൻറ്റോണിയമാണ്. ഇങ്ങനെ കുറച്ച് പ്രിഫിക്സുകൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ ഒരു പ്രിഫിക്സുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു നോർമൽ വേർഡിൻ്റെ കൂടെ പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് ആ ഒരു വേർഡിൻ്റെ ആൻറ്റോണിംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ബോക്സ് എല്ലാവരും ഒന്ന് നോക്കി വെക്കാം. ദെൻ വേർഡിൻ്റെ സഫിക്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് വേർഡിൻ്റെ ആൻറ്റോണിം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതും ഇവിടെ കുറച്ച് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കെയർഫുൾ എന്നുള്ള വേർഡ്, ഈ ഒരു വേർഡിൻ്റെ സഫിക്സ് എന്താണ്? കെയർ എന്ന് കഴിഞ്ഞിട്ട് അതാണ് ഒറിജിനൽ വേർഡ്. അതിന് ശേഷം വരുന്ന വാക്കിനാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുക. സഫിക്സ് എന്ന് പറയുമ്പോൾ ഒരു വേർഡിൻ്റെ അവസാനത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഭാഗം, അതിനാണ് സഫിക്സ് എന്ന് പറയുക. അപ്പോൾ കെയർ എന്നുള്ളതാണ് ഒറിജിനൽ വേർഡ്. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ കൂടെ ഫുൾ എന്നുള്ള സഫിക്സ് ആഡ് ചെയ്തിട്ടാണ് കെയർഫുൾ എന്നുള്ള വേർഡ് ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ സഫിക്സിലെ ഫുൾ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ലെസ് എന്ന് ആഡ് ചെയ്യുമ്പോൾ കെയർലെസ് എന്നുള്ള സഫിക്സ് കെയർലെസ് എന്നുള്ള വേർഡായിട്ട് മാറി. അപ്പോൾ അത് ഈ ഒരു കെയർഫുൾ എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആയിട്ട് വന്നു. അത് അതിൻ്റെ ഒരു ആൻറ്റോണിയമായിട്ട് വന്നു. ഇനി അതുപോലെ വേറൊരു വേർഡ് നോക്കാം. ഹാംഫുൾ എന്നുള്ളതാണ് വേർഡ്. ഹാം എന്നുള്ളതാണ് നോർമൽ വേർഡ്. അതിൻ്റെ കൂടെ ഫുൾ എന്നുള്ള സഫിക്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഹാംഫുൾ എന്നുള്ള വേർഡ് ഉണ്ടാക്കിയെടുത്തു. ഇനി അതിൻ്റെ ഒരു ഫുൾ എന്നുള്ള സഫിക്സ് നമ്മൾ മാറ്റിയിട്ട് ലെസ് എന്നുള്ള സഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാംഫുൾ എന്നുള്ളതിൻ്റെ ആൻറ്റോണിം നമുക്ക് കിട്ടും. ഹാംലെസ് എന്നുള്ള ആൻറ്റോണിം കിട്ടും. അപ്പോൾ ഒരു വേർഡിൻ്റെ സഫിക്സ് ആഡ് ചെയ്തിട്ടുള്ള പല വേർഡുകളും ഉണ്ടായിരിക്കും. ആ ഒരു വേർഡിൻ്റെ സഫിക്സ് നമ്മൾ മാറ്റിയിട്ട് വേറൊരു സഫിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു വേർഡിൻ്റെ ആൻറ്റോണിം ക്രിയേറ്റ് ചെയ്യാം. അത്തരത്തിൽ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയർ എന്നുള്ളത്, ഫിയർഫുൾ, മേഴ്സിഫുൾ, താങ്ക്ഫുൾ എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. ഇനി വേറെ നോർമലായിട്ട് ഉള്ള ആൻറ്റോണിംസ്, നൗണിൻ്റെ ആൻറ്റോണിംസുകളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗുഡിൻ്റെ നോർമലായിട്ട് വരുന്ന ആൻറ്റോണിംസ് ഉണ്ട്. ഗുഡ്, ബാഡ്, പിന്നെ ടോള്, ഷോർട്ട്. അതുപോലെ നൗണിൻ്റെ ചില ആൻറ്റോണിംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നോർമലായിട്ട് അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ആൻറ്റോണിം ആയിരിക്കും. അപ്പോൾ അഡൾട്ട് എന്നുള്ള വേർഡിൻ്റെ ആൻറ്റോണിമാണ് ചൈൽഡ്. ബാക്ക് എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് ഫ്രണ്ട്. ദെൻ ക്യാപ്റ്റിവിറ്റി എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് ഫ്രീഡം. ഇങ്ങനെ ഈ ഒരു വേർഡിന് ഈ ഒരൊറ്റ ആൻറ്റോണിം മാത്രമല്ല വരിക, ഒരുപാട് ആൻറ്റോണിംസ് വരാം. ചില വേർഡ്സിനൊക്കെ ഒന്നിൽ കൂടുതൽ ആൻറ്റോണിംസ് വരാം. ഇനി അഡ്ജക്റ്റീവ്സിൻ്റെ ആൻറ്റോണിം ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ആംഗ്രി എന്നുള്ള വേർഡിൻ്റെ ആൻറ്റോണിമാണ് പ്ലീസ്ഡ്. ബെനഫിഷ്യൽ എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് ഹാംഫുൾ. കോമൺ എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് റയർ. ചില വേർഡ്സിന് ഒന്നിൽ കൂടുതൽ ആൻറ്റോണിംസും വരാം. ഇനി അതുപോലെ വേർബിൻ്റെ കൊടുത്തിട്ടുണ്ട്. അക്നോളജ് എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് ഡിനൈ. അറസ്റ്റ് എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് റിലീസ്. കൺക്ലൂഡ് എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് ബിഗിൻ. പിന്നെ ചില ആഡ്വർബിൻ്റെ ആൻറ്റോണിംസും കൊടുത്തിട്ടുണ്ട്. അലോൺ എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് ടുഗെദർ. ഓൾവേസ് എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് നെവർ. മെഴ്സിലെസ്ലി എന്നുള്ളതിൻ്റെ ആൻറ്റോണിമാണ് മെഴ്സിഫുള്ളി. ഇത്തരത്തിൽ പല ടൈപ്പ് ഓഫ് ആൻറ്റോണിംസ് വരുന്നുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക? ഒരു വേർഡ് തന്നിട്ടുണ്ടായിരിക്കും. ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡുകൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് എഴുതാനായിട്ട് പറയും. അപ്പോൾ എക്സസൈസ് 6 നോക്കുക. സിഗ്നിഫിക്കൻറ്റ് എന്നുള്ള വേർഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് ഏതാണെന്ന് വെച്ചിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളോട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ട്രിവിയൽ എന്നുള്ള വേർഡാണ്. ദെൻ അടുത്തത് ഹോസ്റ്റൈൽ എന്നുള്ള വേർഡാണ്. ഹോസ്റ്റൈൽ എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഫ്രണ്ട്ലി എന്നുള്ള വേർഡാണ്. ദെൻ അടുത്തത് എക്സെൻട്രിക് എന്നുള്ള വേർഡാണ്. എക്സെൻട്രിക് എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് നോർമൽ എന്നുള്ള വേർഡാണ്. ദെൻ 4th ക്വസ്റ്റ്യൻ, ലാറ്റൻറ്റ് എന്നുള്ള വേർഡ്. ലാറ്റൻറ്റ് എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വേർഡ് ഏതാണ്? അപ്പാരൻറ്റ് എന്നുള്ള വേർഡാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരിക, കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു വേർഡിൻ്റെ കൂടെ വേറെയും വേർഡ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് എഴുതാനായിട്ട് പറയും. അത് ആൻറ്റോണിം ആണോ സിനോണിം ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതാനായിട്ട് പറയും. ഇപ്പോൾ 7th എക്സസൈസ് അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഒരു 10 വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഹൈഫൺ ഇട്ടിട്ട് വേറെ വേർഡുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ മീനിങ് നമ്മൾ നോക്കിയിട്ട് ഇത് സിനോണിം ആണോ
വരുന്നത് അതോ ആൻറ്റോണിം ആയിട്ടാണോ വരുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ മാൻഡേറ്ററി എന്നുള്ള വേർഡ് നോക്കാം. മാൻഡേറ്ററിയുടെ കൂടെ തന്നിട്ടുള്ള വേർഡ് ഏതാണ്? കമ്പൾസറി. അപ്പോൾ മാൻഡേറ്ററി, കമ്പൾസറി എന്നുള്ളത് സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന വാക്കുകളാണ്. അപ്പോൾ അത് ഏതാ വരിക? സിനോണിം ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ ഒരു കോളം വരച്ചിട്ട് സിനോണിം എന്നിട്ട് എഴുതുക. ദെൻ അപ്പുറത്തെ കോളത്തിൽ, ബി കോളത്തിൽ ആൻറ്റോണിം എന്ന് എഴുതാം. എന്നിട്ട് ഈ വേർഡ് നമ്മൾ എടുത്തെഴുതാം. അപ്പോൾ മാൻഡേറ്ററി എന്നുള്ളത് സിനോണിം എന്നുള്ള കോളത്തിൽ വേണം എഴുതാൻ. നെക്സ്റ്റ് വേർഡ് ഒബ്സ്റ്റിനേറ്റ് എന്നുള്ള വേർഡാണ്. ഒബ്സ്റ്റിനേറ്റ് എന്നുള്ള വേർഡിൻ്റെ കൂടെ തന്നിട്ടുള്ളത് അഡമൻറ്റ് എന്നുള്ള വേർഡാണ്. അതും ഒരു സിനോണിമാണ്, സിമിലർ ആയിട്ടുള്ള മീനിങ് ആണ്. ദെൻ അടുത്ത വേർഡ് ജൂബിലൻറ്റ് എന്നുള്ള വേർഡാണ്. ജൂബിലൻറ്റ് എന്നുള്ള വേർഡിൻ്റെ കൂടെ തന്നിട്ടുള്ള വേർഡ് ഏതാണ്? ഡിലൈറ്റഡ് എന്നുള്ള വേർഡാണ്. അതും സിമിലർ ഇൻ മീനിങ് വരുന്ന വേർഡുകളാണ്. അപ്പോൾ അതും സിനോണിമിൻ്റെ കാറ്റഗറിയിലാണ് വരിക. ദെൻ ഫോർത്ത് വേർഡ് അമാച്വർ എന്നുള്ള വേർഡാണ്. അമാച്വർ എന്നുള്ള വേർഡിൻ്റെ കൂടെ തന്നിട്ടുള്ളത് പ്രൊഫഷണൽ എന്നുള്ള വേർഡാണ്. അമാച്വർ എന്നുള്ളത് പ്രൊഫഷണലിൻ്റെ, അത് രണ്ടും ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡാണ്. അമാച്വർ എന്ന് പറഞ്ഞാൽ തുടക്കക്കാരൻ എന്നുള്ള രീതിയിലാണ് മീനിങ് വരിക. വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാലോ നല്ല പ്രൊഫഷണൽ ആയിട്ട് എന്ന് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള, നല്ല കഴിവുള്ള. അപ്പോൾ അത് ഓപ്പോസിറ്റ് മീനിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വരിക ആൻറ്റോണിമിൻ്റെ കാറ്റഗറിയിലാണ്. ദെൻ ഫിഫ്ത്ത് വേർഡ് ലെവിറ്റി എന്നുള്ള വേർഡാണ്. ലെവിറ്റി എന്നുള്ള വേർഡ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് സീരിയസ്നെസ് എന്നുള്ള വേർഡാണ്. അതും ഓപ്പോസിറ്റ് മീനിങ് ആണ്. അപ്പോൾ അതും ആൻറ്റോണിമിൻ്റെ കാറ്റഗറിയിലാണ് വരിക. ദെൻ പ്ലഷർ എന്നുള്ള വേർഡും കൂടെ തന്നിട്ടുള്ളത് ഡിസ്മേ എന്നുള്ള വേർഡാണ്. അതും ഓപ്പോസിറ്റ് മീനിങ് ആണ്, ആൻറ്റോണിമാണ്. ദെൻ പെറ്റുലൻറ്റ്, ചൈൽഡിഷ്. പെറ്റുലൻറ്റും ചൈൽഡിഷും ഒരുപോലത്തെ മീനിങ് ആണ്. അതുകൊണ്ട് അത് സിനോണിം ആയിട്ടാണ് വരിക. വൾനീറബിൾ ആൻഡ് വീക്ക്. വൾനീറബിളും വീക്കും അത് രണ്ടും സിമിലർ ഇൻ മീനിങ് ആണ്. അപ്പോൾ അത് സിനോണിമാണ്. സാവൻറ്റ്, സ്കോളർ. സാവൻറ്റും സ്കോളറും സിമിലർ മീനിങ്ങുകളാണ്. അപ്പോൾ അതും സിനോണിമായിട്ടാണ് വരിക. ദെൻ ലാസ്റ്റ് ചൈൽഡ് ആൻഡ് അപ്രിഷിയേറ്റ്. അപ്രിഷിയേറ്റും ചൈൽഡും ഒരുപോലത്തെ മീനിങ് ആണ്, ഓപ്പോസിറ്റ് മീനിങ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് മീനിങ് ആയതുകൊണ്ട് അത് ആൻറ്റോണിമിൻ്റെ കോളത്തിലാണ് വരിക. അപ്പോൾ ഇങ്ങനെയും ഒരു എക്സസൈസ് വരിക. അപ്പോൾ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാ വേർഡ്സും പഠിക്കാം. അതിൽ നിന്ന് തന്നെ ആയിരിക്കും കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരിക. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.